ഒക്ടോബർ 25 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലോകാരോഗ്യ സംഘടനയുടെ അതിവിദഗ്ധനായ മഹാമാരിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ എൻവോയ് എന്നറിയപ്പെടുന്ന ഡോക്ടർ ഡേവിഡ് നബാറോ ഈ രാത്രിയിൽ നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ വരണം. അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോകം ശ്രദ്ധയോടെ മനസ്സിലാക്കണം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് രാത്രി പ്രാധാന്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. സമ്പന്ന രാജ്യങ്ങൾ എന്ന് പറയുന്ന അമേരിക്ക, UK, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, ഇവയിലെല്ലാം വാക്സിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന പുതിയ തരം വൈറസ് വകഭേദം ഈ മഹാമാരിയുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പായി ഡോക്ടർ ഡേവിഡ് നബാറോ പറയുന്നത്. ഗൂഗിൾ ചെയ്താൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരം നമുക്ക് കിട്ടും. അദ്ദേഹം പറയുന്നത്, ഇത്രനാളും സമ്പന്ന രാജ്യങ്ങൾ അവരുടെ കുട്ടികൾക്ക് പോലും ബൂസ്റ്റർ ഡോസ് എടുക്കാൻ വേണ്ടി വാക്സിനുകൾ കരുതി വെച്ചിട്ട് പാവപ്പെട്ട രാജ്യങ്ങൾക്ക് 5% പോലും വാക്സിൻ എത്താതിരുന്നിട്ട് ലോകത്തൊരു വിഭാഗം ആളുകൾ മാത്രം വാക്സിൻ കൊണ്ടങ്ങ് പ്രതിരോധമുണ്ടെന്ന് കരുതിയാൽ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സംഭാഷണം മുന്നറിയിപ്പ് തുടങ്ങിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം അമേരിക്കയും യൂറോപ്പുമാണ്. UKയും ഇതിനകത്ത് വരുന്നു. അവർക്കൊക്കെ പുതിയ വൈറസ് വേരിയന്റ് വരാൻ പോവുകയാണ്. അത് വാക്സിനെ കീഴ്പ്പെടുത്തും, അല്ലാതെ വാക്സിൻ തിരിച്ച് ഈ വകഭേദത്തെ കീഴ്പ്പെടുത്തുന്നതല്ല. അതുകൊണ്ട് കരുതിയിരിക്കൂ എന്ന് ഒരൽപ്പം ഭീഷണിയുടെ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡോക്ടർ ഡേവിഡ്. ഇത് കേൾക്കുമ്പോൾ നമ്മളെന്ത് തോന്നുന്നു? അദ്ദേഹം ഒരു വാക്കുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രകൃതി കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ട് കൂടി കണക്ക് കൂട്ടണം. വിവേചനം വാക്സിന്റെ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം നോക്കിയാൽ അവരിൽ 10% പോലും വാക്സിൻ കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് അദ്ദേഹം കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. നമുക്കറിയില്ല, അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിത്വമാണ്. എന്ത് തോന്നുന്നു നമുക്കെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവർ പറഞ്ഞിരിക്കുന്ന ലണ്ടനിൽ ആദ്യം കണ്ട ആ വകഭേദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഡെൽറ്റയുടെ അനുജനായി തുടങ്ങിയതാണ്. പക്ഷെ ഡെൽറ്റയെ കീഴ്പ്പെടുത്താൻ ഇപ്പോഴത്തെ വാക്സിന് പറ്റുമെന്നും ഈ വാക്സിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത പുതിയ വകഭേദമാണ് ഉണ്ടായി വരാൻ പോകുന്നതെന്നും ആ സാധ്യത തള്ളിക്കളയരുതെന്നും പറയുകയാണ്. AY42 എന്ന് പറയുന്ന വകഭേദമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ തുടക്കമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അറിവുകളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഈ വിഷയത്തിൽ വളരെ ചെറുതാണ്. പക്ഷെ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതീവ ജാഗ്രത പാലിക്കാൻ വേണ്ടി നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ, ആദ്യം പറഞ്ഞതൊക്കെ നമ്മൾ മറന്നു. സോപ്പിട്ട് കൈ കഴുകാൻ പറഞ്ഞു. നമ്മുടെ അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പിന്നാലെ പോയി, സാനിറ്റൈസർ എന്ന് പറഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ നമ്മളങ്ങ് മറന്നു. ഇപ്പോൾ ആരാണ് കൈ കഴുകുന്നത്? ഏറ്റവും നല്ലത് സോപ്പിട്ട വെള്ളത്തിൽ കൈ കഴുകുക, സോപ്പിട്ട് വെള്ളം കൊണ്ട് കൈ കഴുകുക എന്ന് പറയുന്ന കീഴ്വഴക്കം. 2, മാസ്ക് ധരിക്കണമെന്ന് പറയുന്നത്, ഒരൽപ്പം അകലം പാലിക്കണമെന്ന് പറയുന്നത്, ഇത് വായുവിലൂടെയും പകരാമെന്ന് സൂചിപ്പിച്ചിരുന്നത്, ഇതിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. എന്നിട്ടും നമ്മളതെല്ലാം മറന്നു നടക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെയൊക്കെ ശിക്ഷ കിട്ടുമോ എന്നാണ് ഡോക്ടർ ഡേവിഡ് പറയുന്നത്. ശ്രദ്ധിക്കുക. ആശങ്കപ്പെടുത്തുന്ന ഇത്തരം WHO വാർത്തകൾക്കിടയിൽ ആശ്വാസം പകരുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അറിയണം, ലോകത്തെ അറിയിക്കണം. മലയാളി ചെറുപ്പക്കാർ ഇനി പറയുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രാവീണ്യം നേടിയിട്ടുണ്ടെങ്കിൽ ഓടി വരണമെന്ന് പറയുന്നു. ഞങ്ങളല്ല, എമിറേറ്റ്സ് എയർലൈൻസ്. നേരത്തെയൊക്കെ പറഞ്ഞു 500 പേരെ എടുക്കുന്നു, 3000 പേരെ എടുക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ പറയുന്നു മാസം കുറഞ്ഞത് 1000 പേരെ വെച്ച് 6 മാസത്തേക്ക് 6000 പേരെ ഇത് റിക്രൂട്ട് ചെയ്യാൻ പോവുകയാണ്. വേണ്ട തസ്തികകൾ ഇതൊക്കെയാണ്. പൈലറ്റുമാരുണ്ടോ? ക്യാബിൻ ക്രൂ പരിശീലനം കിട്ടിയവരുണ്ടോ? ഈ ക്യാബിൻ ക്രൂ ആയിട്ടൊക്കെ ഹോസ്പിറ്റാലിറ്റി സർവീസിൽ പ്രാവീണ്യം നേടിയ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിൽക്കുക. പിന്നെ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റുകൾ, എയറോനോട്ടിക് പഠിച്ച ആളുകൾ അവരുണ്ടോ? ഗ്രൗണ്ട് സ്റ്റാഫ് അടിസ്ഥാന ബിരുദവുമൊക്കെ നേടിയിട്ട് മിടുമിടുക്ക് കാണിക്കാൻ പറ്റിയ ആളുകളുണ്ടോ? അവർക്കൊക്കെ ജോലിയാണ്. ഇത് പറയുന്നത്
പലപ്പോഴും പറയും ഞങ്ങൾ തൊഴിലവസരത്തിൻ്റെ കാര്യം പറയുമ്പോൾ പല പ്രേക്ഷകരും പറയുന്ന ഊഹാപോഹങ്ങൾ പറയുന്ന ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. ഇത് എമിറേറ്റ്സ് എയർലൈൻസ് ഔപചാരികമായിട്ട് പറയുന്നതാണ്, ഞങ്ങൾ ഉണ്ടാക്കി പറയുന്നതല്ല. അവർ പറയുന്ന 2-3 കാരണങ്ങളുണ്ട്. ലോകം മുഴുവനും പ്രതിരോധ കുത്തിവയ്പ്പ് സജീവമായപ്പോൾ യാത്രയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ 1.5 വർഷത്തിനിപ്പുറം പെട്ടെന്ന് മാറി യാത്ര സജീവമായി. രോഗബാധയുടെ എണ്ണം കുറയുകയാണ്. നിയന്ത്രണങ്ങൾ ഓരോ രാജ്യങ്ങളും നീക്കുകയാണ്. അപ്പോൾ പിന്നെ ആളുകൾക്ക് ഒന്ന് പുറത്തിറങ്ങാൻ, ഒന്ന് യാത്ര ചെയ്യാനുള്ള ആ ഒരു താല്പര്യം വന്നു. എമിറേറ്റ്സ് എയർലൈൻസ് ഈ മഹാമാരി വരുന്നതിന് മുമ്പ് എന്തുമാത്രം സർവീസുകൾ നടത്തിയിരുന്നോ, 2020 മാർച്ച് വരെ നടത്തിയിരുന്നോ, അതിൻ്റെ 70% എത്തിയിരിക്കുന്നു എന്ന് കണക്ക് പറയുകയാണ്. മാത്രമല്ല എവിടേക്കെല്ലാം പോയിരുന്നോ അതിൻ്റെ 90% സെക്ടറുകളിലേക്ക് സർവീസുകൾ പുനരാരംഭിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ കാര്യങ്ങൾ നേരെയായി വരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇപ്പോൾ എമിറേറ്റ്സ് എയർലൈൻസ് പറയുന്നത്. ഇനി ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഈ എക്സ്പോ കാണാൻ വേണ്ടി എമിറേറ്റ്സ് എയർലൈൻസ് പല സൗകര്യം ഒരുക്കുന്നുണ്ട്. അത് ടിക്കറ്റ് എടുക്കുന്നവർ മുതലാക്കിക്കൊള്ളണം. എമിറേറ്റ്സിൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് എക്സ്പോ കാണാൻ വേണ്ടിയുള്ള ടിക്കറ്റ് കൂടി കിട്ടും. അതിൻ്റെ പ്രൂഫ് കാണിച്ചാൽ അവിടെ കയറാൻ വേണ്ടിയുള്ള ഫ്രീ PCR കിട്ടും. ഈ വാക്സിൻ എടുക്കാതെ വരുന്നവരാണെങ്കിൽ 72 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്ന PCR ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റൂ. അപ്പോൾ ചോദിക്കും, ഈ എക്സ്പോയ്ക്ക് കയറാൻ ഇപ്പോഴും വാക്സിനുമായി ബന്ധപ്പെട്ടും PCRുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ആളുകൾക്കുണ്ട്. 2 വാക്സിനും എടുത്തവർക്ക്, നാട്ടിൽ നിന്ന് വരുന്നവർ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അൽഹുസൻ ആപ്പിൽ എങ്ങനെയെങ്കിലും ഒന്ന് പതിപ്പിച്ചു. ഒന്നെടുത്താലും പ്രവേശനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. WHO അംഗീകരിച്ചതോ പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രി എന്ന് പറയുന്ന 192 രാജ്യങ്ങളിൽ വരുന്ന ഏതെങ്കിലും ഒരു രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഒരു വാക്സിൻ്റെ ഒരു ഡോസെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പ്രവേശിക്കാമെന്നാണ്. അതും എടുത്തിട്ടില്ലെങ്കിൽ PCR ടെസ്റ്റ് എടുക്കണം. PCRന് വേണ്ടി അതിനും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി. ടിക്കറ്റ് കാണിച്ചാൽ, ഒരു ദിവസത്തെ ടിക്കറ്റ് കാണിച്ചാൽ ഒരു PCR ഫ്രീ കിട്ടുന്ന കേന്ദ്രങ്ങളും DHA ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കാശൊന്നും പോവില്ല എന്ന് ഉറപ്പിക്കുക. ഒന്ന് എമിറേറ്റ്സ് ഫ്രീ തരും, അതല്ലെങ്കിൽ DHA ഫ്രീ തരും ടിക്കറ്റ് കാണിച്ചാൽ. പിന്നൊരു കാര്യം, ഈ 17 വയസ്സ് വരെയുള്ളവരാണ് കുട്ടികളായിട്ട് കരുതുന്നത്. 18 വയസ്സിനുമുള്ളവർക്ക് പാസ് വേണം, അങ്ങനെയൊക്കെ വേണം. ഈ 17 വയസ്സിനുള്ളവർക്ക് ഇളവുകളുണ്ട്, PCRന്റെ കാര്യത്തിൽ ഇളവുണ്ട്. അതൊക്കെ ഉപയോഗിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ട്രാവൽ രംഗം പെട്ടെന്ന് അങ്ങോട്ട് സജീവമായി. വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ദുബായിലേക്കൊക്കെ വിസ എടുത്തിട്ട് ആളുകൾ ധാര എന്നതുപോലെ വരികയാണിപ്പോൾ. എക്സ്പോ കാണാൻ വേണ്ടിയാണോ, ജോലി അന്വേഷിച്ച് വരുന്നതാണോ, കച്ചവടം തുടങ്ങാൻ വരുന്നതാണോ, കൂട്ടുകാരെ കാണുന്നതാണോ, ബന്ധുക്കളുടെ അടുത്ത് താമസിക്കാൻ വരുന്നതാണോ, അസുഖത്തിന് എന്തെങ്കിലും ചികിത്സിക്കാൻ വരുന്നതാണോ, ഒന്നും അറിയില്ല. ആളുകൾ വരുന്നുണ്ട്. വരുമ്പോൾ ആധികാരികമായിട്ടുള്ള പല ട്രാവൽ ഏജൻസികളും പ്രസ്ഥാനങ്ങളും ടൂർ കമ്പനികളും അവരുടെ വെബ്സൈറ്റ് വഴിയും അല്ലാതെയും ഒക്കെ പരസ്യപ്പെടുത്തിക്കൊണ്ട് ഇത്ര ദർഹമാണ് ടിക്കറ്റിന്, ഇത്ര ദർഹമാണ് വിസയ്ക്ക്, ഇന്ന ഫ്രീ തരും എന്നൊക്കെ പറയുന്ന കീഴ്വഴക്കമുണ്ട്. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള വണ്ണം ചില ആളുകൾ പ്രശസ്തങ്ങളായ വെബ്സൈറ്റുകളെ അനുകരിച്ചുകൊണ്ടുള്ള ചില സ്പെല്ലിംഗ് അക്ഷരങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മനഃപൂർവ്വം എഴുതിയിട്ടുള്ള വെബ്സൈറ്റുകളിലൂടെ കാശ് തരൂ, 20 ദിർഹം, 30 ദിർഹം, 50 ദിർഹം, കുറച്ച് തരാം വിസ എന്നൊക്കെ പറഞ്ഞ് കാശ് അടിക്കുന്ന പരിപാടി ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഓൺലൈനിലൊക്കെ പോകുന്നവർ ഉറപ്പാക്കുക തങ്ങൾ എടുക്കുന്ന വെബ്സൈറ്റ് കറക്റ്റ് സ്പെല്ലിംഗ് ആണ്, ആധികാരികമായിട്ടുള്ള വെബ്സൈറ്റിൽ തന്നെയാണ് പോകുന്നത്. ട്രാവൽ ഏജൻസി ആണെങ്കിലും എയർലൈൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് തങ്ങൾ പോകുന്നതെന്നൊക്കെ ഉറപ്പുവരുത്താൻ ഓരോരുത്തരുടെയും യുക്തി ഉപയോഗപ്പെടുത്തണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ ട്രാവൽ രംഗമായിട്ട് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി, പല ആളുകളെയും 2020 ഏപ്രിൽ മുതൽ പിരിച്ചുവിട്ടിരുന്നു. ശമ്പളം കുറച്ചിരുന്നു. ശമ്പളമില്ലാത്ത അവധി പ്രവേശിക്കാൻ പറഞ്ഞിരുന്നു. ഇവർക്കൊക്കെ ആ പഴയ കാര്യങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ പറ്റിയ സമയമാണിത്. ഒന്നറിഞ്ഞിരിക്കുക, ഒരു മനുഷ്യപ്പറ്റ് ഈ വിഷയത്തിൽ വേണം എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് മാർക്കറ്റിൽ വന്നൊരു വലിയ വ്യത്യാസം പറയുന്നു. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കേട്ടാലും കേട്ടില്ലെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നേരത്തെ 100 ദിർഹത്തിന് ജോലി ചെയ്തിരുന്നയാൾക്ക് ഇപ്പോൾ 50 ദിർഹമേ കിട്ടുന്നുള്ളൂ എന്ന രൂപത്തിൽ മാർക്കറ്റിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് കണക്ക് കൂട്ടി ബാർഗെയിൻ ചെയ്ത് ജോലി പ്രവേശിക്കാനാണ് തൽക്കാലം നോക്കേണ്ടത്. ഒരു വിസയുടെ കാലാവധി 2 വർഷമാണ്, അല്ലാതെ ആജീവനാന്തം ഒരു കരാറിൽ ഒപ്പിടുന്നൊന്നുമല്ലല്ലോ. അപ്പോൾ തൽക്കാലം അവസരം കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് കയറാൻ നോക്കുക.
ഒരുപാട് പേർ ബാർഗൈൻ ചെയ്തിട്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നേരത്തെ എന്ന് പറഞ്ഞ് വലിയ വലിയ ശമ്പളത്തിലിരുന്ന ആളുകൾ ഇപ്പോൾ ആ പിടിവിടാതെ മസിൽ വിടാതെ മാറി നിൽക്കുന്നുണ്ട്, ജോലി കയറാതെ ബുദ്ധിമുട്ടും. തൽക്കാലം മാർക്കറ്റിൽ ശമ്പളം കുറവാണെന്ന് പരക്കെ പറയുന്നുണ്ട്. അതിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും, പഴയ ശമ്പള സ്കെയിലിലേക്ക് എത്താൻ. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുകയാണ്. എങ്കിലും നേരത്തെ ഗവൺമെന്റും പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ശമ്പളം കുറയ്ക്കാം, തൽക്കാലം മാറ്റി നിർത്താം. പക്ഷെ അത് മാറ്റി ഇതുവരെ ഔപചാരികമായിട്ട് പറഞ്ഞിട്ടില്ല. ആ കുറച്ച് ശമ്പളം തിരിച്ചു കൊടുക്കണം, വീണ്ടും അവരെ ജോലിക്ക് കയറ്റണം എന്നൊന്നും പറഞ്ഞുള്ള ഉത്തരവ് വന്നിട്ടില്ല. മാർച്ചിലും ഏപ്രിലും ഒക്കെ വന്ന ഉത്തരവിന്റെ അതിന്റെ മാറ്റം ചുരുക ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ ആനുകൂല്യത്തിൽ പല ആളുകളും ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. ഇനിയും കൊറോണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശമ്പളം കുറയ്ക്കുന്ന പരിപാടിയിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പൊതുവെ വിപണി കരുതുന്നതും പറയുന്നതും. സൗദി അറേബ്യ മൊത്തം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കാർബൺ എമിഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി 3900 കോടി സൗദി റിയാൽ ചെലവഴിക്കാൻ പോവുകയാണ്. ഇന്ന് റിയാദിൽ ഉച്ചകോടി നടന്നു. UAE-യിൽ നിന്ന് ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് അതിൽ UAE-യുടെ പ്രതിനിധിയായി സംബന്ധിച്ചു. മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാറിൽ നിന്നും AC-യിൽ നിന്നുമൊക്കെ വരുന്ന കാർബൺ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുകയാണ് എന്ന് ലോകത്തിന് ബോധ്യമായിരിക്കുന്നു. ഈ ഭരണാധികാരികളെ നമ്മൾ പ്രത്യേകിച്ചൊരു വീക്ഷണത്തോടു കൂടി കാണണം. എല്ലാ ദിവസവും എക്സ്പോ വേദിയിൽ ഭരണാധികാരി തന്നെ ഇറങ്ങിക്കയറി നടന്ന് ക്ഷേമം അന്വേഷിക്കുകയാണ്, കാഴ്ചകൾ കാണുകയാണ്, അവരോട് കാര്യങ്ങൾ തിരക്കുകയാണ്. ഇന്ന് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഇന്ന് ഫലസ്തീൻ പവലിയനിലും പോയി, മാൽദ്വീപ്സിലും പോയി. ഓരോ ദിവസം ഇങ്ങനെ ഓരോ പവലിയനിൽ കയറിയിട്ട് ആ രാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും എന്താണ് നിങ്ങൾക്കിവിടെ വേണ്ടതെന്ന് അങ്ങോട്ട് ചോദിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഭരണാധികാരികളുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. എന്തുമാത്രം മാനസികമായ ഉള്ളടക്കത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളെ ഒരു പാഷനേറ്റ് എന്ന രൂപത്തിൽ കാണുന്നത് എന്നതുകൂടി മനസ്സിലാക്കാനാണ്. അല്ലാതെ ഞാൻ ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, ആളുകൾക്കൊപ്പം കൂടി നടന്ന് എന്തൊക്കെ സംഭവിക്കുന്നു, ലോകത്തിന്റെ പുതിയ ചലനങ്ങൾ എന്ത് എന്ന് നേരിട്ട് മനസ്സിലാക്കുകയാണ് UAE-യിലെ ഭരണാധികാരികൾ. പറഞ്ഞ് ആദ്യത്തെ 24 ദിവസം കൊണ്ട് 1.5 മില്യൺ ആളുകൾ പ്രവേശിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു 6 മാസം കൊണ്ട് 10 മില്യൺ എത്തില്ല, 15 മില്യൺ എത്തില്ല, 25 മില്യൺ സ്വപ്നമാണ് എന്നൊക്കെ കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിൽ പോലും സ്വപ്നം കണ്ടിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആളുകൾ പറഞ്ഞതിന്റെ കണക്കെന്തായി? 24 ദിവസം കൊണ്ട്, അതും 2-3 വീക്കെൻഡാണ് വന്നത്. അതുകൊണ്ട് ഇതാ 1.5 മില്യൺ ആളുകൾ, 1,000,471,000 അത്രയും ആളുകൾ വന്നിരിക്കുന്നു. 1.471 മില്യൺ ആളുകൾ വന്നിരിക്കുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഗോൾഡൻ ജൂബിലിയുടെ ദിവസം ബുധനാഴ്ചയാണ്, ഡിസംബർ 1. 2-ാം തീയതി അല്ലെങ്കിൽ തന്നെ അവധിയാണ്. 1-ാം തീയതി രക്തസാക്ഷിത്വ ദിനത്തിന്റെ അവധിയാണ്. 2-ാം തീയതി UAE-യുടെ രൂപീകരണത്തിന്റെ 50 വർഷങ്ങൾ അതിന്റെ അവധിയാണ്. 3-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 4-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ 1, 2, 3, 4 തീർത്തും അവധിയാണ്. ചില ആളുകൾ ചൊവ്വയും കൂടി അവധിയെടുക്കും. അപ്പോൾ 5 ദിവസം തികച്ചായി. പല രാജ്യങ്ങളിൽ പോകാം, ഇവിടെ തന്നെ സഞ്ചരിക്കാം. അങ്ങനെയുള്ള സാഹചര്യം വരികയാണ്. ഒരു ഡ്രൈവർക്ക്, ഒരു പാകിസ്ഥാൻ സ്വദേശി 36-കാരനായ ജുനൈദ് റാണ 50 മില്യൺ ദിർഹം, ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ സമ്മാനത്തുക കഴിഞ്ഞ ദിവസം മെഹസൂസ് ഡ്രോയിൽ കിട്ടിയിരിക്കുകയാണ്. ഗ്രോസറി വാങ്ങാൻ കാശില്ലാതിരുന്നയാള് ഒരു ATM കാർഡിൽ നിന്ന് കാശെടുത്തിട്ട് ഗ്രോസറി വാങ്ങാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുമ്പ് ഡ്രൈവർ വണ്ടിക്കകത്തിരുന്നൊന്ന് ആലോചിച്ചു, ഇന്ന് സാധനം വാങ്ങേണ്ട ആ കാശിന് ഈ ഡ്രോയിലേക്ക് പോകാമെന്ന്. കട്ട് ഓഫ് ടൈമിന് 2 മണിക്കൂർ മുമ്പ് അദ്ദേഹം നറുക്കെടുപ്പിൽ പങ്കാളിയായി. പിറ്റെന്ന് ഞെട്ടിപ്പോയി 50 മില്യൺ. അദ്ദേഹം ഒരുപാട് ചാരിറ്റി ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് മുടി വെട്ടിക്കൊടുക്കുന്ന ആളുടെ മകളുടെ കല്യാണത്തിന് ധനസഹായം മുതൽ ഓരോന്ന് പ്രഖ്യാപിക്കുന്നു. സഹോദരന് കാറ്, പാവപ്പെട്ട കുറെ ആളുകൾക്ക് വീട്, ദുബായിൽ താമസിക്കണം. ഇങ്ങനെ സ്വപ്നങ്ങൾ ഓരോന്നായി വരുന്നു അദ്ദേഹത്തിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ എല്ലാവരും നൽകുകയാണ്. UAE-യുടെ ഗോൾഡൻ വിസ കിട്ടിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫാഷൻ ഡിസൈനർ ആരായിരിക്കും? ജോർജിയോ അർമാനി. അദ്ദേഹത്തിന് UAE ഗോൾഡൻ വിസ കൊടുത്തു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ലോകം അറിയണം, ഇറ്റലിക്കാരും അറിയണം,
അമേരിക്കക്കാരും അറിയണം, ദുബായിയുടെ വണ്ടർ, അത്ഭുതങ്ങൾ പോലെ ലോകത്ത് മറ്റൊന്നുമില്ല, താൻ ഇവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. ഫാഷൻ ഇൻഡസ്ട്രിയുടെ ഭാവി ദുബായ് അദ്ദേഹം പറയുകയാണ്. ഒരു കാര്യം കൂടി, UAE പൊതുവെ ഇന്നലെ രാത്രിയൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ആ ഒരു കടുത്ത ചൂടിൽ നിന്നും ശീതളമായ ശീതകാലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മുമ്പൊക്കെ ഒക്ടോബർ ആദ്യവാരം തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും. പോട്ടെ 15-ാം തീയതി 20-ാം തീയതി കഴിഞ്ഞു, ഇപ്പോൾ 25 കഴിയുന്നു. എങ്കിലും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് ആ ശീതകാലത്തിലേക്ക് പോകുന്നു. സുഖകരമായ ഒരു കാലാവസ്ഥ. 3-4 ദിവസം കൂടി കഴിയുമ്പോൾ സമ്പൂർണമായ ശീതകാലത്തിന്റെ തുടക്കമാവും. ചിലപ്പോൾ ഒരു മഴ പെയ്യും. അതോടുകൂടി കാലാവസ്ഥ നല്ല തണുപ്പിലേക്ക് പോകും. പിന്നെ സന്ദർശകരുടെ പ്രവാഹമാണ്. അതനുസരിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റുകൾ, ഗ്രോസറികൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഇലക്ട്രോണിക് ഷോപ്പുകൾ, മൊബൈൽ ഷോപ്പുകൾ എല്ലാവരും തയ്യാറായിരിക്കൂ. ആളുകൾ വരും, വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വരും. കളിയെ കളിയായി കാണൂ, അതിൽ രാഷ്ട്രീയം കലർത്തരുതേ. എന്തെല്ലാം പുലിവാലികളാണ് ഓരോരുത്തർ, ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരുമായിട്ടൊക്കെ. ഇന്നലെ ഒരു കളി നടന്നു, ഇന്ത്യ തോറ്റു, പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെല്ലാമാണ് രാഷ്ട്രീയമായി, വംശീയമായി, വർഗപരമായി ഒക്കെ ഇടപെടുന്നത്. അതൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു കളിയുടെ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാൽ അത് കളിയായിട്ട് വിട്ടേക്കൂ. ആസ്വദിക്കാൻ വേണ്ടി മാത്രം കളി കാണൂ എന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം. ഞങ്ങളുടെ സ്ക്രീനിൽ മോർണിംഗ് അപ്ഡേറ്റിലാണെങ്കിലും നൈറ്റ് അപ്ഡേറ്റിലാണെങ്കിലും എപ്പോഴും നിങ്ങൾ കാണുന്ന സൂര്യ എന്ന് പറയുന്ന ദോശ ഇഡ്ഡലി മാവ് ഈ മാർക്കറ്റിൽ വലിയ തരംഗമായി മാറുന്നത് എന്തുകൊണ്ട് എന്നൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ റൈസുമായി ബന്ധപ്പെട്ട, പൾസുമായി ബന്ധപ്പെട്ട, സ്പൈസുമായി ബന്ധപ്പെട്ട ഒരു വലിയ ബ്രാൻഡിന്റെ കീഴിൽ നിന്ന് ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗുണപരതയിലും ചെലവിന്റെ കാര്യത്തിലും വരുന്ന ആദായം, അതിന്റെ മേന്മ സാധാരണക്കാരനിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് സൂര്യയെ ഇത്രയും വലിയ തരംഗത്തിൽ ചെറിയ സമയം കൊണ്ട് എത്തിച്ചതെന്ന് നിസ്സംശയം പറയാം. മറ്റുള്ള പല ബ്രാൻഡുകൾക്കും വേണ്ടി നമ്മൾ പോകുമ്പോൾ കൊടുക്കുന്ന കാശിന്റെ പകുതി ഇല്ല സൂര്യയ്ക്ക്. എന്നാൽ ഗുണമേന്മ ഏറ്റവും മികച്ചെന്ന് പറയാൻ കാരണം ഈ ഒരു അന്താരാഷ്ട്ര ഹോൾസെയിൽ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഏറ്റവും ലോക്കലായിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ 1-ാം നിരയിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് സൂര്യയെ പിൻപറ്റാനാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ തോന്നും നമ്മുടെ രോഗബാധയെക്കുറിച്ചുള്ള കാര്യം പറയാം. അതല്ല, ഇന്ന് രാത്രി മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു യുവതി ആക്രമിക്കപ്പെട്ട സംഭവം അറിഞ്ഞല്ലോ. വന്നുകൊണ്ടിരിക്കുന്നു വാർത്തകൾ. മാനഭംഗം ചെറുക്കാൻ ശ്രമിച്ച യുവതിയെ കല്ലുകൊണ്ട് തലയ്ക്കടിക്കുക, ഒരുപാട് പേർ ചേർന്ന് മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ ഏത് നാട്ടിലാണ് നമ്മൾ കഴിയുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള വാർത്ത ഈ സമയത്തും വരുന്നുണ്ടല്ലോ എന്നുള്ളത് ഖേദകരമാണ്. നമ്മുടെ ആളുകൾക്ക് കൂടുതൽ വിവേകം ഈ വിഷയത്തിൽ ഉണ്ടാവട്ടെ, കേൾക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ. UAE-യിൽ നിന്ന് 97 കേസുകൾ, 1 മരണം, 129 രോഗമോചനം, 3871 പേർ ഇപ്പോൾ ആക്റ്റീവ് രോഗബാധയുമായി കഴിയുകയാണ്. ആഗോളാടിസ്ഥാനത്തിൽ 244.5 മില്യൺ ആളുകൾക്ക് ഈ രോഗബാധ വന്നു. ഈ കണക്ക് പറയുന്നതിനാണ് അല്പം ആശ്വാസത്തോടു കൂടി ഉറങ്ങാൻ വേണ്ടിയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും മില്യന്റെ കണക്ക് പറഞ്ഞ് ഏതാണ്ട് 5 മില്യണോളം ആളുകൾ മരിച്ചുപോയെന്ന് കൂട്ടിക്കോളൂ. 49,67,000 ആളുകൾ മരിച്ചുപോയി. ബാക്കിയുള്ള രോഗമോചനം വന്നിട്ട് ഇപ്പോൾ അല്പമെങ്കിലും ആശുപത്രികളിൽ കഴിയുന്നവർ എന്ന് പറയാവുന്നത് 75,000 ആളുകൾ മാത്രമാണ്. ഇതുവരെ ഈ രോഗം തുടങ്ങിയ ശേഷം ഇത്രയും കുറഞ്ഞൊരു കണക്കിൽ വരുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിനിപ്പുറം വരുന്നത് ആദ്യമാണ്. അതൊരു ആശ്വാസത്തിന്റെ കണക്കാണ്. ഇപ്പൊ UK-യും റഷ്യയുമാണ് ഏറ്റവും വലിയ രോഗബാധയുടെ കണക്കുമായി നിൽക്കുന്നത്. കേരളത്തിൽ ഇന്നും 11% TPR ഉണ്ട്. 10%-അധികം, 11%-ന് താഴെ ആയി നിൽക്കുന്ന TPR നമ്മൾ ഭയക്കേണ്ടത് തന്നെയാണ്. കേരളം അതീവ ജാഗ്രത പാലിക്കേണ്ടത് തന്നെയാണ്. മഴയും ശക്തമായി പെയ്യുകയാണ്. രോഗബാധയുടെ ഭയവും ധാരധാരയാണ്. 6600-ലധികം കേസുകൾ ഇന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 50-ലധികം മരണവും കണക്ക് ബുക്കിൽ വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ആശ്വാസത്തിന്റെ റീ ഓപ്പണിംഗ് വാർത്തകൾ, ആയിരങ്ങൾ 10,000 ഒന്നിച്ചു പോകുന്ന എക്സ്പോ ദുബായ് പോലുള്ള വാർത്തകൾ സജീവമായി ആശ്വാസമായി മാറുമ്പോൾ, മറുഭാഗത്ത് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നു പുതിയ വൈറസ് വകഭേദത്തെ ഭയക്കണം,
സമ്പന്ന രാജ്യങ്ങളെ കീഴ്പ്പെടുത്തും, അത് വാക്സിനെ അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കുകയും വേണം. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ എളുപ്പത്തിൽ കിട്ടാനുള്ള മാർഗങ്ങളിലൂടെ നമ്മുടെ കാലഘട്ടം കടന്നുപോകുന്നു എന്ന തിരിച്ചറിവ് മനസ്സിലാക്കണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഒക്ടോബർ 25 ദുബായ് വാർത്താ നെറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.